ഹലോ കൂട്ടുകാരെ, അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ഷോപ്പിംഗ് വ്ലോഗ്. അതാണ് മനസ്സിലായി എന്താവോ എന്തോ. സോ ബസ്സൊക്കെ പിടിച്ചിട്ട് നേരെ പോവുകയാണ്. എങ്ങോട്ടേക്കാ പോണേന്നല്ലേ? ഗാന്ധി നമ്മുടെ സ്വന്തം റോഡിലേക്ക്. ഇവിടെ മാതൃ ബസാറിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോഴത്തേനും ഒരു ക്രാഫ്റ്റ് വേൾഡ് ഇ കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ വെറുതെ കുട്ടി കുറച്ച് ഇറങ്ങേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ബസ് പിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന നടപ്പാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ശരിക്കും സാധനങ്ങൾ മേടിച്ചല്ലേ? മേടിച്ചു ഗൈസ്, കണ്ടു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പറ്റായിക്കല്ല, ഈ ക്യാമറ പൊക്കി പിടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിലെ ഇൻവെർട്ടർ സമ്മതിക്കുന്നില്ല. അതുതന്നെയാണ് കാര്യം. അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണാം. സോ ഈ ഹാമ്പർ ബോക്സാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ചത്. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫെദറിൻ്റെ പെന്ന് മേടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി കസ്റ്റമർ എനിക്ക് ജസ്റ്റ് എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇതേപോലത്തെ ഒരു ഇത് വേണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഞാനൊരു മിനി ഫ്രെയിം മേടിച്ചിട്ടുണ്ട്, ഒരു ബെല്ലാവിറ്റിയുടെ പെർഫ്യൂം മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു A5 ഫ്രെയിം മേടിച്ചിട്ടുണ്ട്. ഇനിയാണ് ടാസ്ക് വരുന്നത്. ഒരു A4 ഫ്രെയിം മേടിച്ചതാണ് കണ്ടത്. ഈ തേങ്ങാക്കൊല്ലം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോരണ്ടേ? ഞാൻ തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നും പോരുന്നില്ല. ഞാൻ ഇങ്ങനെ വലിച്ചു നോക്കാനൊക്കെ നോക്കണേ. ഞാൻ എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ലാസ്റ്റ് തട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഇതാ അതിൻ്റെ അടപ്പൊക്കെ ഇളകിപ്പോയി. ഞാൻ വിചാരിച്ച് പഠിച്ച ഒരു ഹാമ്പർ ബോക്സ് പൊട്ടിയത്. പക്ഷേ പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ മുടിയാണ് അതിൻ്റെ താഴെ ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഇടയിൽ ക്യാമറ വരെ ഇളകിയിട്ട് ആ സാധനത്തിന് ഒരു കുലുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ തേങ്ങാക്കൊല കാണിച്ചപ്പോഴത്തേക്കും അത് കിട്ടി. ഇതാണ് ഞാൻ മേടിച്ച A4 ഫ്രെയിം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ശരി എന്നാലും.